പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ആദ്യം തന്നെ കൂടെ നിന്ന മുഴുവൻ ചിറ്റൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഈ ചെയർമാൻ പദവിയിൽ കയറിയതിനു ശേഷം ആദ്യത്തെ പ്രഖ്യാപനം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ പല പ്രാവശ്യം വന്നതാണ്. പൗരൻ ഭരണാധികാരി എന്ന വ്യത്യാസമില്ലാതെ ഇനി മുന്നോട്ട് പോകുക എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. ആദ്യത്തെ തീരുമാനമായി നമ്മൾ മുൻകൂർ അനുമതിക്കായി ഇന്ന് കൊടുക്കുകയാണ്. ഞാൻ വായിക്കാം. ജനാധിപത്യത്തിലെ പരമാധികാരികൾ ജനങ്ങളാണെന്ന ബോധ്യം ഉൾക്കൊള്ളാതെയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭ അതിനൊരു തിരുത്താവും. നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി എന്നിവരുടെ പേരിന് മുന്നിൽ ഉപയോഗിച്ചു വരുന്ന ബഹുമാനപ്പെട്ട എന്ന വിശേഷണ പദം ഇന്നു മുതൽ ഒഴിവാക്കുകയാണ്. ജനാധിപത്യത്തിൽ പൗരന് ലഭിക്കാതെ പോകുന്ന ഒരു ആദരവും വിശേഷണവും ജനസേവകരായ ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭയിലെ ഓരോ പൗരന്റെയും മനുഷ്യാന്തസ്സും തുല്യതയും പൗരാവകാശവുമാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. സർക്കാർ നോട്ടീസുകളിൽ, ശിലാഫലകങ്ങളിൽ, ഔദ്യോഗിക കത്തുകളിൽ ബഹുമാനം രേഖപ്പെടുത്തി നൽകുമ്പോൾ അത് അധികാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാവുന്നു, അശ്ലീലമാവുന്നു. പൊതുജന സേവകർ നിർബന്ധമായും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും ആകണമെന്ന തോന്നലുണ്ടാക്കുന്നു. രാജഭരണത്തിന്റെ അവശേഷിപ്പുകളും കൊളോണിയൽ വിശേഷണ പദപ്രയോഗങ്ങളും പൂർണ്ണമായി ഇന്നു മുതൽ ഈ നഗരസഭയിൽ ഒഴിവാക്കുന്നു. അതുപോലെ നമുക്ക് നഗരസഭയിലെ വിവിധ തീർപ്പ് ആകാതെ കിടക്കുന്ന അപേക്ഷകൾ എല്ലാം ജനങ്ങളിലേക്ക് ചെന്ന് ഒരു ജനസമ്പർക്ക പരിപാടികളിലൂടെ നമ്മൾ തീർപ്പാക്കുന്നതാണ് എല്ലാ വാർഡുകളിലും. അതേപോലെ എല്ലാ വാർഡുകളിലും ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കുന്നതിനും നികുതികൾ അടയ്ക്കുന്നതിനും വെള്ളക്കരം, വൈദ്യുതി ബില്ല് മുതലായവ അതാത് വാർഡുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്വീകരിക്കുന്ന സൗകര്യമുണ്ടാക്കുന്നതാണ്. അപ്പോൾ നഗരസഭ ഇനി മുതൽ ജനങ്ങളോടൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക എന്നതാണ് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭരണാധികാരി, പൗരൻ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണ് എന്ന ചിന്താഗതിയോടുകൂടെ ഇവിടെ ഇരിക്കുന്നതും ഇതിന് പുറത്തിരിക്കുന്നവരും മുഴുവൻ തുല്യരാണെന്ന ഒരു ചിന്തയോടുകൂടെ നമ്മൾ ഇനി മുതൽ ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.